ഇമാമുനാ മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ അവിടുത്തെ അനുചരന്മാര് അവിടുത്തെ ശിഷ്യന്മാര് സ്വപ്നത്തിൽ കാണുകയാണ്. ചോദിക്കുന്നു, അല്ലയോ ഇമാം അവർകളെ, അല്ലാഹു നിങ്ങളെ കൊണ്ട് എന്താണ് ചെയ്തത്? ഖബറിലെ അവസ്ഥ എന്താണ് എന്നാണ് ചോദിക്കുന്നത്. ഖബറിലെ ഹാല് എന്താണ് എന്നാണ് ചോദിക്കുന്നത്. ഇമാമുനാ മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖബറിൽ സ്വർഗീയമായ പരവതാനികൾ അല്ലാഹു എനിക്ക് വിരിച്ചു തന്നു. സ്വർഗീയമായ ഉടയാടുകൾ എനിക്ക് ധരിപ്പിച്ചു തന്നു. സുബ്ഹാനല്ലാഹ്, എന്നെ അല്ലാഹു ഖബറിലെത്തിയപ്പോ എന്നെ അല്ലാഹു ആദരിച്ചു. മഹാനവറുകളോട് ശിഷ്യന്മാരെ ചോദിച്ചു, അല്ലയോ ഷാഫി ഇമാം തങ്ങളെ, നിങ്ങളെ അല്ലാഹു ബഹുമാനിക്കാനും ഈ സ്വർഗീയമായ അനുഭൂതികൾ നിങ്ങൾക്ക് ഖബറിൽ തരാനും കാരണമായ അമല് എന്താണെന്ന് പറഞ്ഞു തരുമോ? ഞാൻ ജീവിതത്തിൽ എല്ലാ ദിവസവും പതിവായി ചൊല്ലിയിരുന്ന ഒരു സ്വലാത്താണ് മക്കളെ. സുബ്ഹാനല്ലാഹ്, ആ സ്വലാത്താണ് നമ്മൾ ചൊല്ലുന്നത്. എല്ലാവരും ഏറ്റു ചൊല്ലണേ. സ്വലാത്തിന്റെ ആളുകളാവണേ. സ്വലാത്ത് ചൊല്ലാത്ത ചുണ്ടാണോ? സ്വലാത്ത് ചൊല്ലാത്ത നാവാണോ? ഖത്യ ത്വരീഖൽ ജന്ന, അയാൾക്ക് സ്വർഗത്തിലേക്കുള്ള വഴി പിഴച്ചു പോകുമെന്ന്, മറന്നു പോകുമെന്ന്, തെറ്റിപ്പോകുമെന്ന് സ്വാദിഖുൽ അമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുറെ ഇബാദത്തുകളുണ്ട്, നിസ്കരിച്ചിട്ടുണ്ട്, നോമ്പ് നോറ്റിട്ടുണ്ട്, ഒരുപാട് അമലുകൾ ചൊല്ലിയിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. പക്ഷേ സ്വലാത്ത് ചൊല്ലാൻ ചുണ്ട് അനങ്ങിയില്ല. സ്വലാത്ത് ചൊല്ലാൻ സമയം കിട്ടിയില്ല. സ്വലാത്ത് ചൊല്ലാൻ മനസ്സ് കാണിച്ചില്ല. എല്ലാത്തിനും സമയമുണ്ടായിരുന്നു. അതേ സ്വറ പറയാനും അതുപോലെ തന്നെ പലരുടെയും ബ്ലോഗുകൾ നോക്കി ആ ബ്ലോഗുകൾ കണ്ട് ആസ്വദിക്കാനും ചിരിക്കാനും അതിനും ഒരുപാട് സമയങ്ങളുണ്ടായിരുന്നു, ഒരുപാട് നേരങ്ങളുണ്ടായിരുന്നു. പലതും കാണാനുള്ള സമയം ധാരാളമായിരുന്നു. എന്തൊക്കെയോ ആരൊക്കെയോ അഭിനയിച്ചു കൂട്ടുന്ന അഭിനയങ്ങളെ, റീൽസുകളെ, ബ്ലോഗുകളെ മാറി 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 കാണുകയാണ്. ഒന്നിന് പിറകെ ഒന്ന് കാണുകയാണ്, ഒന്നിന് പുറകെ ഒന്ന് കാണുകയാണ്. നീക്കുന്തോറും പുതിയത് പുതിയത് വരികയാണ്. സുബ്ഹാനല്ലാഹ്, പച്ചക്കളവുകളാണ് പലരും പറയുന്നത്. ഒരു ബ്ലോഗ് കാണാനിടയായി ആ ബ്ലോഗുകാരൻ അതിൽ പച്ചക്കളവുകൾ പറയുകയാണ്. സുബ്ഹാനല്ലാഹ്, ബ്ലോഗിന്റെ പേരിൽ കളവ് പറയാമോ? പരസ്യത്തിന്റെ പേരിൽ ഒരു മുഅ്മിനിനെ കളവ് പറയാൻ കഴിയുമോ? ആ ബ്ലോഗിൽ അദ്ദേഹം പറയുന്നത് എവിടെ നിന്നാണ് വരുന്നത് എന്ന് ഒരാൾ ചോദിക്കുകയാണ്. അപ്പോൾ മറ്റേയാൾ പറയുകയാണ്, ഞാൻ ഗൾഫിൽ നിന്ന് വരികയാണ്. എന്തേ ഗൾഫിൽ നിന്ന് ഒന്നും കൊണ്ടുവന്നില്ലേ? ഗിഫ്റ്റുകളൊന്നും കൊണ്ടുവന്നില്ലേ? ഇല്ല, ഗിഫ്റ്റുകളൊന്നും കൊണ്ടുവന്നില്ല. അപ്പൊ പിന്നെ എന്താ, വീട്ടിലേക്ക് പോകണ്ടേ? പോകണം. വീട്ടിലേക്ക് പോകുമ്പോ കയ്യിൽ ഗിഫ്റ്റ് വേണ്ടേ? അതേ, ഗിഫ്റ്റ് വേണം. എവിടെ നിന്ന് വാങ്ങും? അപ്പോഴാണ് ഒരു പരസ്യം വരുന്നത്. ഇന്നാലിന്ന ഒരു ഷോപ്പുണ്ട്, ആ ഷോപ്പ് പുതുതായി തുടങ്ങിയ ഷോപ്പാണ്. ആ ഷോപ്പിൽ ഗൾഫിൽ നിന്ന് കിട്ടുന്ന എല്ലാ സാധനങ്ങളും അവിടെ നിന്ന് കിട്ടും. ആ ഷോപ്പിൽ പോയി നിങ്ങളത് വാങ്ങിയാൽ നിങ്ങൾക്ക് വീട്ടിലേക്ക് ഗൾഫുകാരനെ പോലെ പോകാം. സുബ്ഹാനല്ലാഹ്, ഇയാള് ഗൾഫിൽ നിന്ന് വന്നതല്ല, ഗൾഫിൽ നിന്ന് ഇയാൾ വന്നിട്ടില്ല. ചോദിച്ച ചോദ്യം കളവാണ്, പറഞ്ഞ മറുപടി കളവാണ്. അല്ലാ, അങ്ങനെ ഒരു ബ്ലോഗിൽ തന്നെ 100 കണക്കിന് കളവുകൾ പറയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, എന്റെ ഉമ്മത്തെ വ്യഭിചരിച്ചു പോകുമെന്ന പേടി എനിക്കില്ല. ആ വിഷയത്തിൽ അതേ എന്റെ ഉമ്മത്ത് മുഴുവനും
കള്ളുകുടിയന്മാരായി പോകുമെന്ന പേടി എനിക്കില്ല. പക്ഷെ എന്റെ ഉമ്മത്തിനെ ബാധിക്കുന്ന വലിയ ഒരു ദുസ്വഭാവമുണ്ട്. അത് പച്ചക്കളവുകൾ പറയലാണെന്ന് സ്വാദിഖുൽ അമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതേ വൈലുൽ ലിൽ മുകദ്ദിബീൻ, കളവ് പറയുന്നവർക്കാണ് വൈലെന്ന നരകമെന്ന് ഖുർആനിലെ ഒരു അധ്യായത്തിലെ ഒരു സൂറത്തിലെ അല്ലാഹു ആവർത്തിച്ച് പറയുകയാണ്. വൈലുൽ ലിൽ മുകദ്ദിബീൻ, കളവ് പറയുന്നവർക്കാണ് വൈലെന്ന നരകം. ഇത് കാണുകയാണ്, ഇത് ആസ്വദിക്കുകയാണ്. സർവ ബ്ലോഗുകളും സർവ റീൽസുകളും പച്ചക്കളവുകളാണ്. ഈ പച്ചക്കളവുകൾ കാണുന്നവർക്കും അത് കേൾക്കുന്നവർക്കും കുറ്റമാണ്, അത് കുറ്റമാണ്. അതിനെ തൊട്ട് നിങ്ങൾ അല്ലാഹുവിന്റെ അടുക്കൽ മറുപടി പറയേണ്ടി വരും. സുബ്ഹാനല്ലാഹ്.